ഇനി അപ്പോ 20 ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി, ബിഗ് ബോസ് സീസൺ 6. അപ്പൊ ഈ ബിഗ് ബോസ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്നെ പോലുള്ള പല കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ലൈക്ക് റിയാക്ഷൻ ചെയ്യുന്ന പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഇവിടെ കണ്ടന്റ് ദാരിദ്ര്യം വരും. അപ്പം അതുപോലുള്ള ഒരു ദാരിദ്ര്യം, കണ്ടന്റ് ദാരിദ്ര്യം നമ്മുടെ ബിഗ് ബോസിനകത്ത് ഒരു കണ്ടസ്റ്റന്റിന് ഇപ്പൊ വന്നിട്ടുണ്ട്. ആരാണെന്ന് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് പറയണ്ട, തുടങ്ങിയപ്പോ തന്നെ കുറച്ചു പേർക്ക് മനസ്സിലായി കാണും. നമ്മുടെ സ്വന്തം നോറക്കൊച്ച്. നമ്മുടെ നോറക്കൊച്ചിന് കണ്ടന്റ് ദാരിദ്ര്യം വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല. കൊച്ചിന്റെ കിളിയൊക്കെ പോയിട്ടിരിക്കുക, ഒരു കണ്ടന്റ് ഇല്ല. ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി ഇനി ഒന്നും പറയാനില്ല. ആകെ മറ്റേ കളിക്കുന്ന ഗെയിമൊക്കെ ആണെങ്കിൽ തോറ്റും പോകുന്നു. കൊച്ചിന്റെ ആകെ പോയിരിക്കുക. ലാസ്റ്റ് ഋഷി എടുക്ക ചെന്ന് ഋഷിയെ പിടിച്ചിരുത്തി വീണ്ടും ജാസ്മിനെ പറ്റി ഞാൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ, ഞാൻ എന്റെ വാപ്പയെ ഉമ്മയെ പറ്റി അവരെ ഞാൻ പറ്റിച്ചോ, അവരോട് ഞാൻ അവരെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയപ്പോഴേ പാവപ്പെട്ട ഋഷി എണീറ്റ് പോയി. എന്റെ പൊന്നുമോളെ എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞ് അവനും ഇറങ്ങി ഓടി. ലാസ്റ്റ് പാവം കൊച്ചിരുന്ന് തന്നെ മറ്റേ കരയാനും വയ്യ. കരഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ തെറി പറയുമെന്നും അറിയാം. പിന്നെ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഇരുന്ന് എന്തൊക്കെയോ അവിടെ നിന്ന് സംസാരിക്കുന്നത് കാണാം. കണ്ടന്റ് ദാരിദ്ര്യം വന്നു തുടങ്ങി നമ്മുടെ നോറ കൊച്ചിന്. അപ്പോ വെൽക്കം ബാക്ക് ടു യൂഷ്വൽ സൈക്കോ ആൻഡ് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 80. അപ്പോ 80ാം എപ്പിസോഡ് തുടങ്ങുന്നത് ബാക്കി എപ്പിസോഡുകൾ പോലെ രാവിലെ ഒരു പാട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് തുടങ്ങുന്നുണ്ട്. കുറെ എണ്ണം വന്ന് അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട്. നമ്മുടെ സായിയൊക്കെയാണ് ഇപ്പൊ മെയിൻ. 2 ദിവസമായിട്ട് സായിയെ കാണാം ഡാൻസ് കളിക്കുന്നത്. അതുപോലെ തന്നെ 2 ദിവസമായിട്ട് നമ്മുടെ ഋഷിക്കുട്ടനെ ആ പരിസരത്തേക്കൊന്നും കാണാറില്ല. അൻസിബ പോയതിനു ശേഷം നമ്മുടെ ഋഷിക്കുട്ടനെ രാവിലെ അങ്ങോട്ട് വന്ന് ഡാൻസ് കളിക്കാനുള്ള ആ ഒരു മൂഡൊന്നുമില്ല. ചെറുക്കന്റെ മൂഡ് മൊത്തം അങ്ങ് ഔട്ടായി. ഋഷിക്കുട്ടന്റെ മൂഡ് കൊണ്ടാണ് നമ്മുടെ അൻസിബ ചേച്ചി അങ്ങ് പോയത്. ചെറുക്കൻ ആകെ ഡൗൺ ആണ് കേട്ടോ. ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇടയ്ക്കിൽ ഒരു മൂലക്കൊക്കെ ഇരിക്കുകയാണ് ചെറുക്കന്റെ പരിപാടി. ഒന്ന് ആക്റ്റീവായിട്ട് അങ്ങോട്ട് കളിക്കാൻ ചെറുക്കനെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം രാവിലത്തെ ഡാൻസ് പരിപാടി കഴിയുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയാണ് കാണിക്കുന്നത്. അപ്പൊ രാവിലെ തന്നെ നമ്മുടെ ജിൻഡോ ചേട്ടൻ ഇറങ്ങി എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കിച്ചണിൽ എത്തുന്നു. കിച്ചണിൽ വന്നപ്പോഴത്തേക്ക് ശ്രീതു ആണ് നിൽക്കുന്നത്. ജാസ്മിനെ കിട്ടിയില്ല. ജാസ്മിൻ ഫുഡ് തട്ടുമായിരുന്നു. അപ്പം ശ്രീതുവിനോട് അവിടെ ദോശ ഇരിപ്പുണ്ട്. അപ്പം ശ്രീതുവിനോട് പറയുന്നുണ്ട്, ശ്രീതു ഇത് ഇന്നത്തെ ദോശയാണോ? ഇല്ല ജിൻഡോ ചേട്ടാ, ഇന്നത്തെ ദോശ തീർന്നു, എല്ലാവരും എടുത്ത് കഴിച്ചു, ഇത് ഇന്നലത്തെ ദോശയാണ് കഴിക്കുന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോയ്ക്ക് എന്തെങ്കിലും വേണമല്ലോ. ജിൻഡോ അങ്ങ് തുടങ്ങി, എടാ എനിക്ക് പറ്റത്തില്ല, എനിക്ക് നല്ല ദിവസത്തെ ദോശ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, എനിക്കത് സീനാവും, ശരിയല്ല, വയറിന് കംപ്ലൈന്റ് ആവും. അപ്പൊ ശ്രീതു ചോദിക്കുന്നുണ്ട്, ഇതിന് മുമ്പ് താങ്കൾ തലേ ദിവസത്തേക്ക് കഴിക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആവുമ്പോഴത്തേക്ക് അത് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയും, കഴിക്കുമായിരുന്നു, പക്ഷെ ഞാൻ ദോശയും ചോറും ഒന്നും കഴിക്കത്തില്ല. കറികൾ ഞാൻ കഴിക്കും, പക്ഷെ ദോശയും ചോറും കഴിക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ വയറിന് പ്രശ്നമാണ്. ദോശയും ചോറും നിന്നാ പ്രശ്നം വരും. കറി കഴിക്കാൻ കേട്ടാ, കറി കഴിച്ചാൽ പ്രശ്നമൊന്നും വരത്തില്ല. ഞാൻ നേരെ തിരിച്ചാണ് സാധാരണ കേട്ടിട്ടുള്ളത്. ജിൻഡോ അതിനകത്ത് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അത് പിന്നെ പുള്ളിയുടെ ഇഷ്ടമാ. പുള്ളി രാവിലെ ഒരു സാധനം പൊട്ടിക്കാൻ നോക്കിയതാ, നടന്നില്ല. അപ്പം ഇതിനെപ്പറ്റി അവിടെ ഒരു സംസാരം വരുമ്പോഴത്തേക്ക് ഉടനെ ജാസ്മിനെ വിളിക്കുന്നുണ്ട്. ജാസ്മിനെ ഇനി വന്ന് എന്നൊക്കെ ജിൻഡോ ചേട്ടൻ വിളിക്കും. ജാസ്മിൻ ഉടനെ പാവം കഴിച്ചോണ്ടിരിക്കുവായിരുന്നു, ഓടി വരുന്നുണ്ട്. എന്നിട്ട് ജിൻഡോ ചേട്ടാ ഞാൻ വേറെ ഉണ്ടാക്കി തരാം നിങ്ങൾക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാരും പറയുന്നുണ്ട്, ഇല്ല നീ കഴിച്ചോണ്ടിരിക്കല്ലേ, പോയിരുന്ന് കഴിക്കുക. ശ്രീതു പറയുന്നുണ്ട്, വേണ്ട ഞാൻ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദോശ ഉണ്ടാക്കിയും കൊടുക്കും. അപ്പോഴത്തേക്ക് ജിൻഡോ ചേട്ടന്റെ രാവിലത്തെ ആ കണ്ടന്റ് അങ്ങ് പോയി. അതും പറഞ്ഞ് കുറച്ചു നേരം വഴക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. ജിൻഡോ ചേട്ടാ അപ്പൊ എനിക്ക് തോന്നിയൊരു കേസ്, സ്വന്തമായിട്ട് താഴത്തേക്ക് പോകാതിരിക്കുക. നിലവാരം താങ്കളുടെ ഇങ്ങനത്തെ പരിപാടിയും കാണിച്ചുകൊണ്ട് ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ കുറയും, താഴത്തേക്ക് അങ്ങ് പോകും. ഒന്നാമത് ഇത് ജാസ്മിന്റെ പരിപാടിയാണ്. രാവിലെ എണീറ്റ് എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ കണ്ടന്റ് കണ്ടുപിടിച്ച് മറ്റേ ഒച്ച ഉണ്ടാക്കുക. നിങ്ങൾക്കും അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ട്. ഈ രാവിലെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കുളമാക്കുന്നതാണ് കണ്ടന്റ്. അത് ജനങ്ങളിലേക്ക് എത്തിച്ചാലേ നമുക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. ഒന്നുമല്ല, നിങ്ങൾ ഇങ്ങനത്തെ മണ്ടത്തരം കാണിച്ച് കൂടുതൽ കുഴിയിലേക്ക് പോകും എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. അപ്പൊ എന്തായാലും രാവിലത്തെ പരിപാടി കഴിയുമ്പോഴത്തേക്ക് ഒരു ടാസ്ക് പരിപാടി അങ്ങോട്ട് തുടങ്ങുന്നുണ്ട്. അതായത് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് 1. നല്ലൊരു ടാസ്ക് ആയിരുന്നു രാവിലത്തെ. അപ്പം ആ ടാസ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ നോറ അങ്ങ് വെളിയിലാവും. നോറ വെളിയിലായതിന്റെ പുറകെ നേരെ നമ്മുടെ ജാസ്മിനും പുറത്താവും. അപ്പൊ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ ബാക്കി കളിക്കുന്ന ആൾക്കാരെയൊക്കെ വീക്ഷിച്ചിരിക്കാൻ നേരത്ത് ദാ കിടക്കുന്നു നമ്മുടെ ജിൻഡോയും ഋഷിയും നന്ദനെ ഒന്നിച്ചങ്ങ് വെളിയിലോട്ടാവും. ആ ഒരു ഗെയിം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പരിധിയിൽ കൂടുതൽ ഒരു 3, അതായത് ഈ കളിക്കുന്ന ഓരോ ആൾക്കാർക്കും ഒരു ചെറിയൊരു വീട് പോലെ, ഇഷ്ടിക വെച്ചൊരു വീട് പോലെ ഒരു പരിപാടിയുണ്ട്. അപ്പൊ അതിനകത്തൊരു മുയലുണ്ട്. അപ്പം ഈ ഇഷ്ടികയെല്ലാം പിറക്കി വേറെ സ്ഥലത്തിട്ടിട്ട് അതിനകത്തെ മുയലിനെ എടുക്കണം. അപ്പൊ ആ മുയല്, അപ്പം അതിന്റെ ഇടയ്ക്ക് ഓരോ കാർഡ് കൊടുക്കും ഇവർക്ക്. ഓരോ ഈ നിൽക്കുന്ന എല്ലാവർക്കും നമ്മുടെ സിജോ ക്യാപ്റ്റൻ ആണ്, സിജോ കൊണ്ട് ഒരു കാർഡ് കൊടുക്കും. ആ കാർഡിനകത്ത് ഒരാളുടെ ഫോട്ടോ കാണും. അയാളുടെ മറ്റേ ഈ ഓരോരുത്തർക്കും ഉണ്ട് ഇതേ കണക്കൊരു വീട് പോലെ സെറ്റ് ചെയ്ത്. അപ്പം ആ വീട് ആരുടെയാണോ, അതായത് ഇപ്പം ഈ നമ്മുടെ ജിൻഡോ എടുക്കുന്ന കാർഡിനകത്ത് ജാസ്മിൻ ആണെങ്കിൽ ജാസ്മിന്റെ ആ ഒരു വീട് പോയി ജിൻഡോ പൊളിച്ച് അതിനകത്തിരിക്കുന്ന മുയലിനെ എടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് മോയലിനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ജാസ്മിന്റെ മോയലിനെയാണ് എടുത്തെങ്കിൽ ജാസ്മിൻ ഔട്ട്. അങ്ങനെ ജിൻഡോ തന്നെ ജാസ്മിന്റെ മോയലിനെ എടുത്ത് ജാസ്മിൻ പുറത്തു പോകുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജിൻഡോയും വെളിയിലാവുന്നുണ്ട്. അപ്പം ജിൻഡോ വെളിയിലായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജാസ്മിനും
നന്ദനെ കൊച്ചും കൂടെ ഇരുന്ന് നല്ല രീതിയിലാണ്. ഏറ്റവും കൂടുതൽ ജാസ്മിനാണ്. ജിൻഡോയെ ഒന്ന് പ്രൊവോക്ക് ചെയ്യും, എന്തെങ്കിലും പുതിയ കണ്ടന്റ് അവിടെ. എന്തായാലും ഗെയിം കളിച്ചാൽ തോറ്റുപോയി ഗെയിം കളിച്ച്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രൊവോക്ക് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ജിൻഡോ ഒന്നും മിണ്ടുന്നില്ല. ലാസ്റ്റ് ജാസ്മിൻ കൊച്ചിന് കണ്ടന്റ് കിട്ടിയില്ല. പിന്നെ നേരെ നന്ദനെ കുട്ടിയെ കൂട്ടുപിടിച്ച് കുറച്ചു നേരം കിടന്ന് ഡാൻസ് ഒക്കെ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ തുള്ളിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെയായിരുന്നു രാവിലത്തെ ആദ്യത്തെ ആ ഒരു ടാസ്ക്. അപ്പൊ ആ ടാസ്കിൽ ജയിക്കുന്നത് നമ്മുടെ അബിയാണ് 3 പോയിന്റോടുകൂടി തന്നെ. അപ്പൊ ആ ടാസ്കിൽ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട്. സംഗതി വേറൊന്നുമല്ല, നമ്മുടെ സായി ചേട്ടന് ഗെയിം കളിക്കണം, അതിനകത്ത് നിൽക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമോ പരിപാടിയോ ഒന്നുമില്ല. കാരണം ഈ ആദ്യത്തെ ടാസ്കിൽ തന്നെ സായി ചേട്ടൻ നമ്മുടെ അബിയെ ജയിപ്പിക്കാൻ വേണ്ടി നല്ലൊരു ഗെയിം കളിക്കുന്നത് ഞാൻ അവിടെ ശ്രദ്ധിച്ചു. വയ്യ, സായി ചേട്ടന് വേണ്ട എന്നുള്ളൊരു മൂഡ് നിൽക്കുന്ന എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജനങ്ങളോടാണ്, എല്ലാരും കൂടെ ഈ വോട്ട് കൊടുത്താൽ പുള്ളി അവിടെ നിർത്തേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്ക് വലിയ താല്പര്യമില്ല അതിനകത്ത് നിൽക്കണമെന്നും കപ്പ് കൊണ്ടുപോകണമെന്നൊന്നും. ഇവിടുന്ന് പോകുമ്പോഴത്തേക്കുള്ള മറ്റേ നേരത്തെ ഉള്ള ഗരഘോഷം കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പോയി കപ്പ് കൊണ്ടങ്ങ് മലപ്പുറത്തിയല്ലോ എന്ന്. ഇപ്പൊ അണ്ണൻ ആ ഒരു മൂടൊന്നും ഇല്ല. അണ്ണൻ മറ്റേ ട്വിസ്റ്റായി പോയി. അണ്ണന്റെ കിളിയൊക്കെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. അണ്ണൻ അതൊന്നും വേണ്ട. അണ്ണന് ഞാനിപ്പോൾ സായിയായി, എനിക്ക് സായിയായി ജീവിക്കണം, മറ്റേ സത്യസായി ബാബ എന്നുണ്ടായി എന്നുള്ളൊരു അവസ്ഥയാണ്. അണ്ണനപ്പൊ ആ ഒരു മോടി പൊക്കോണ്ടിരിക്കുകയാണ്. കിളിയൊക്കെ പോയി. അപ്പം അണ്ണനെ വെറുതെ നമ്മൾ അതിനകത്ത് പിടിച്ച് നിർത്തിയിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ബാക്കി ആ വോട്ട് ബാക്കിയുള്ളവർക്ക് കൊടുത്ത് ബാക്കിയുള്ളവർക്ക് ഒരു ബൂസ്റ്റ് കൊടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ആ ഒരു ഗെയിമിൽ 3 പോയിന്റോടുകൂടി നമ്മുടെ അബി വരുന്നുണ്ട്. സെക്കൻഡ് നമ്മുടെ സായി വരുന്നുണ്ട്. സെക്കൻഡ് സായി വരുന്നുണ്ട്. തേർഡ് നമ്മുടെ ഋഷിക്കുട്ടനാണ് വരുന്നത്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ജിൻഡോ ജാസ്മിൻ ചെറിയ കോമഡി, ഇവർ തമ്മിൽ ഇടയ്ക്ക് നല്ല കോമഡികളൊക്കെ കാണാം കേട്ടോ. കാരണം ഈ ഒരു ടാസ്ക് കഴിയുമ്പോഴത്തേക്ക് ഇവർ മറ്റേ ഫ്രണ്ടിൽ ഇരിക്കുമല്ലോ, അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള ചെറിയ പിച്ചി മാന്തി അങ്ങനത്തെ ചെറിയ കോമഡികളൊക്കെ കാണുന്നുണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു. എന്തായാലും ലൈക്ക് ജാസ്മിൻ ഈ വഴക്കിടാൻ മാത്രമല്ലാതെ എന്റർടൈൻ ഇങ്ങനത്തെ കളികളും ഒക്കെ അവർക്ക് പറ്റും എന്ന് പുറത്ത് ജനങ്ങളൊന്ന് അറിയട്ടെ. അപ്പം ഈ ഒരു പരിപാടി ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടെ പറയാം. ഇതിനകത്ത് വേറൊരു ടിസ്റ്റും കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ടാസ്ക് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്തൊരു ടാസ്ക് വരുന്നുണ്ട്. സെക്കൻഡ് ടാസ്ക്. രണ്ടാമത്തെ ടാസ്കിനകത്ത് ഒരു റോഡ്, അതായത് ഒരു മരത്തിന്റെ ഒരു റോഡ് പോലൊരു സാധനം, അതിനകത്ത് ഈ ഒരു അറ്റത്തൊരു ബോൾ വെച്ചിട്ട് അത് ഇപ്പുറത്തെ ഒരു ഹോൾ ഉണ്ട്. ആ ഒരു ഹോൾ ഒരു താഴത്തേക്ക് ഒരു ബോട്ടിൽ പോലെ വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് ബോട്ടിൽ പോലെ. സോ അതിനകത്തോട്ട് ഇടുക, ഇവിടുന്ന് ഉരുട്ടി ആ ബോൾ ഇപ്പറേ കൊണ്ടുവന്ന് ഇടുക, ഒരു സ്റ്റിക്കിന്റെ, ഒരു മരക്കഷ്ണത്തിന്റെ. അപ്പൊ അങ്ങനത്തെ ഒരു ഗെയിം ആയിരുന്നു. ആ ഒരു ഗെയിമില് ആദ്യമേ വരുന്നത് അർജുൻ നോറ ഗെയിം കളിക്കുന്നുണ്ട്. അതിനുശേഷം സിജോ സായി വരുന്നുണ്ട്. പിന്നെ അബി ഋഷി വരുന്നുണ്ട്. നന്ദന ശ്രീതു ആണ്. അത് കഴിഞ്ഞിട്ട് ജിൻഡോ ജാസ്മിൻ. അങ്ങനെ ഓരോ രണ്ടുപേര് വെച്ചാണ് ആ ഗെയിമിലേക്ക് വരുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് നമ്മുടെ അബി തന്നെയാണ്. അബി 6 പോയിന്റോടുകൂടി തന്നെ ഫസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. രണ്ടാമത് എത്തിയിരിക്കുന്നത് നമ്മുടെ അർജുൻ കുട്ടനാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാമത്തെ ടാസ്ക്. ഇന്ന് കൂടുതലും ഇത് കണക്കത്തെ ടാസ്കുകളായിരുന്നു. അറൗണ്ട് ഒരു 3 ടാസ്കോളം ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു. സോ കുറെ കാര്യങ്ങൾ, കുറെ കണ്ടന്റുകൾ അത് ബേസ് ചെയ്ത്, കണ്ടന്റുകൾ എന്ന് പറയാൻ പറ്റത്തില്ല, അവരുടെ ആ ഒരു ഗെയിമിംഗ് പരിപാടിയായിരുന്നു. അല്ലാതെ അതിനകത്തൊന്നും വലിയ കണ്ടന്റ് ഒന്നും പറയാനായിട്ടുള്ളതൊന്നും ഇല്ല. അപ്പം ഈ ഒരു പരിപാടി അതിനകത്ത് ഉള്ളൊരു കണ്ടന്റ് ഞാനിപ്പോ പറഞ്ഞുതരാം. അതായത് മൂന്നാമത്തെ ടാസ്ക് വരുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ഇതേ കണക്കൊരു ചെറിയൊരു ഇവരുടെ ഒരു കമ്പുണ്ട്, ഒരു ചെറിയൊരു പരന്ന, അതിന്റെ ആ കമ്പിന്റെ ഏറ്റവും മേളിൽ ഒരു പരന്ന സ്പേസ് ഉണ്ട്. അവിടെ ഒരു ബോൾ വെച്ചിട്ട് ഒറ്റ കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കണം. അത് ഏറ്റവും കൂടുതൽ, അതും രണ്ടുപേര് വെച്ചാണ് കളിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് വരുന്നത്, ഏറ്റവും കൂടുതൽ പോയിന്റ് ഇടുന്നത് നമ്മുടെ സായിക്കാണ്. പിന്നെ സെക്കൻഡ് അബി വരുന്നുണ്ട്, ഋഷി തേർഡ് വരുന്നുണ്ട്. അങ്ങനെയാണ് മൂന്നാമത്തെ ആ ഒരു ടാസ്കും കഴിയുന്നത്. അപ്പം ഈ ടാസ്ക് ഒക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ജാസ്മിൻ നല്ല രീതിയിൽ ഒരു ഗെയിമിൽ പോലും ജാസ്മിന്, എല്ലാ ഗെയിമിലും ഒരു ഗെയിമിലും പോയിന്റ് കിട്ടുന്നില്ല, എല്ലായിടത്തും ജാസ്മിൻ ഔട്ടായി പോവാണ്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതിനിടയ്ക്ക് ജാസ്മിനും പറയുന്നുണ്ട്, ഞാൻ നേരത്തെ, അതായത് സെക്കൻഡ് ടാസ്ക് വന്നപ്പോഴത്തേക്ക് ഈ ഒരു ബോൾ ഇപ്പുറത്തെ ഒരു ഹോളിലേക്ക് ഇടുന്ന ആ ഒരു ഗെയിം വന്നപ്പോഴത്തേക്ക് ജാസ്മിൻ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് നേരത്തെ എനിക്ക് അറിയായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നൊക്കെ അവിടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സത്യം പറഞ്ഞാൽ അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇൻഡിവിജ്വൽ ഗെയിം അത് ജാസ്മിനെ കൊണ്ട് പറ്റത്തില്ല. ജാസ്മിനെ കൊണ്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ, നാക്കിട്ടുള്ള അടി, അതേ പറ്റുള്ളൂ. പക്ഷെ അതും ഇന്നലെ പണി കിട്ടുന്നത് നമ്മൾ കണ്ടു ലൈവിനകത്ത്. ഞാൻ ഇന്നലെ നമ്മളെ എപ്പിസോഡിനകത്ത് അത് കാണിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സിജോയുടെ ഫ്രണ്ടിലൊക്കെ മറ്റേ നാറിപ്പോകുന്ന കുറെ സാധനങ്ങളൊക്കെ ജാസ്മിൻ ഇപ്പൊ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാൽ കൂടി ഗെയിമില് പിന്നെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞ് പിടിച്ചു നിൽക്കുമല്ലോ, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കും. പക്ഷെ ഗെയിമില് ജാസ്മിന് തീരെ പറ്റുന്നില്ല. ജാസ്മിൻ ഒരു ഗെയിം, ഒരു ടാസ്ക് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വൽ ഗെയിമിന് ജാസ്മിന് പറ്റുന്നില്ല. ജാസ്മിൻ ഒന്നെങ്കിൽ ശ്രീതു കൂടെ വേണം, ഇല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ കൂട്ടുകാരനായിട്ടുള്ള ഗബ്രി വേണം. ഇവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജാസ്മിന് ഗെയിം കളിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ ഗെയിമിൽ തോറ്റ് കഴിയുമ്പോഴത്തേക്ക് അപ്പുറം നിൽക്കുന്ന ആളെ പ്രൊവോക്ക് ചെയ്യാം. മെയിനായിട്ട് ഇപ്പോൾ ഉള്ള ആള് ജിൻഡോ ആയതുകൊണ്ടും ജിൻഡോയെ തന്നെ മെയിൻ ആയിട്ട് പ്രൊവോക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുക. അതാണ് ജാസ്മിൻ കൊച്ച് ചെയ്യുന്നത്. ജാസ്മിൻ കൊച്ചിനെ കൊണ്ട് ഗെയിം പരിപാടി പറ്റത്തില്ല. അത് ഇന്ന് പ്രൂവൺ ആണ്. നാളെ നമുക്ക് നോക്കാം ഇനി എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ ഗെയിമിന്റെ പാടാണോ അവക്ക്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ ടാസ്ക് കുറച്ച് എളുപ്പമായിരുന്നു.
അത് അവൾക്ക് പറ്റിയില്ല എന്ന് പറയുമ്പോൾ നാളത്തെ നമുക്ക് നോക്കാം ഇനി എന്തായാലും. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ നോറ ഋഷി അഭിഷേക് ഇവര് 3 പേരും കൂടെയാണ് നമ്മുടെ പണ്ടത്തെ പവർ ഹൗസിൽ ഇരിക്കുന്നത്. അപ്പൊ അവിടുന്ന് അഭി അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് നോറ അവളുടെ കഥ, കാരണം ഇന്നൊന്നും അവൾക്ക് കണ്ടന്റ് ഇല്ല, അവളുടെ ഫേസ് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ലെന്ന് അവൾക്കും അറിയാം, ഇത് ലൈവിലാണെങ്കിലും വലിയ റോളൊന്നും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സീൻ ഉള്ളതുകൊണ്ട് അവളുടെ പഴയ കഥയും പൊക്കി പിടിച്ചോണ്ട് അവൾ പിന്നെയും വരുന്നുണ്ട് ഋഷിയെടുക്കെ പറയാനായിട്ട്. ഋഷി കേൾക്കാനേ നിൽക്കുന്നില്ല, ഋഷി എണീറ്റ് ഓടി. അപ്പത്തേക്ക് അവള് പറയുന്നുണ്ട് ആരും കേൾക്കാനിരിക്കുന്നില്ല എന്റെ കഥയൊന്നും. അപ്പം വേറൊന്നും കൊണ്ടല്ല, അതെന്താ അവള് ഇത്രയായിട്ട് അവള് മനസ്സിലാക്കാത്ത എന്താന്ന് എനിക്ക് അറിയത്തില്ല. അവളുടെ കഥ കേട്ട് മടുത്തു. ഈ പറഞ്ഞ കഥ തന്നെ എത്ര നേരം ഒന്നും പറഞ്ഞ് കേട്ടിരിക്കും. ടി വിക്കകത്തൂടെ കേൾക്കുന്ന നമുക്ക് പൊട്ടു. അപ്പൊ അവിടെ ഇരിക്കുന്ന അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ നിങ്ങള്. സത്യം പറഞ്ഞ ഞാനിന്നത് ആലോചിച്ചു. അവിടെ ഇരിക്കുന്ന ബാക്കി കണ്ടസ്റ്റൻസിന്റെ അവസ്ഥ, എന്തെങ്കിലും അടുത്ത് ഉള്ള തലക്കടിച്ച് ബോധം കെടുത്താൻ ആർക്കാണെങ്കിലും തോന്നത്തില്ല ഈ പറഞ്ഞ കഥ തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അപ്പൊ അതൊക്കെയാണ് ഇന്ന് അവിടെ നടക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് നല്ല കുറച്ച് മൊമെന്റ്സ് ഞാനിന്ന് കണ്ടു കേട്ടോ. അതായത് ഈ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്ക് ഒരു ബ്രേക്ക് വരുന്നുണ്ടായിരുന്നു നമ്മൾ ടി വിയിൽ എപ്പിസോഡ് കാണുമ്പോൾ. അപ്പോഴത്തേക്ക് രാത്രി 11 മണിക്ക് വരാൻ പോകുന്ന നമ്മുടെ ബിഗ് ബോസ് പ്ലസിന്റെ കുറച്ച് പരിപാടികൾ കാണിച്ചു. അപ്പൊ അതിനകത്തൊരു സാധനം ഞാൻ ഇന്നത്തെ എപ്പിസോഡിനകത്ത് അത് ശ്രദ്ധിച്ചില്ല. ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് ജാസ്മിന് ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നോറ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്, അത് 11 മണിക്കത്തെ നമ്മുടെ ലൈവ് കാണുമ്പോഴത്തേക്കല്ല, പ്ലസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. സംഗതി വേറൊന്നുമല്ല, നോറ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തോ ടാസ്ക് ആണെന്നാണ് ബിഗ് ബോസ് അവിടെ പറയുന്നത്. ആ ടാസ്കിൽ നോറ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ജാസ്മിൻ ഒരു വിലയും കൊടുക്കാതെ നൈസായിട്ട് നമ്മുടെ ജിൻഡോയുടെ മറ്റേ കടിച്ചുമ്മ അന്തിയും പിച്ചിരിക്കുന്നുണ്ട്. രണ്ടുപേരും എൻജോയ് ചെയ്യാണ്. പക്ഷെ അതില് ബിഗ് ബോസ് നല്ലൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ അവിടെ ഒരു ടാസ്ക് നടക്കുകയാണ്, നീ എന്താണ് ഈ കാണിക്കുന്നത്, നിനക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ലേ എന്നുള്ള ഒരു സാധനം നമ്മുടെ ബിഗ് ബോസ് അവിടെ ചോദിക്കുന്നുണ്ട്. ഇത് ബിഗ് ബോസ് പറയുന്നതിന് തൊട്ട് മുമ്പ് നോറ അവിടെ ജാസ്മിനെ പറ്റിയുള്ള ഒരു കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറ്റം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നോറ പറയുന്നുണ്ട് അവൾ ഒരു മൈൻഡും തരുന്നില്ല. അവളോട് എന്തെങ്കിലും പറയുമ്പോൾ അവൾ ഇങ്ങനത്തെ ഓരോ കോഷ്ടാംപിഷ്ടികളോ അങ്ങനത്തെ എന്തോ ഒരു സാധനം അവളെ കാണിച്ചുകൊണ്ടിരിക്കും. അത് എപ്പോഴും ഉള്ളതാണ്. അവൾ ഓരോ ചൊറിയുന്ന രീതിയിൽ, അപ്പുറത്തെ ആൾക്ക് ചൊറിയുന്ന രീതിയിലുള്ള ഓരോ കോക്കാമ്പീച്ചി പരിപാടികൾ അവൾ കാണിക്കുമില്ല, അവളുടെ വായിൽ നിന്ന് വീഴും. സോ ആ ഒരു പരിപാടി ഇപ്പോഴും അവളോടെ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ബിഗ് ബോസ് അത് കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബിഗ് ബോസ് നല്ലൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട് എന്തായാലും കൊച്ചിന്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്നത് സിജോ, സായി, നന്ദന, ഇവര് 3 പേരും കൂടെ ഉള്ളവർ കുറച്ചൊരു രസം. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസത്തിലുള്ള നല്ല നമുക്ക് കണ്ടോണ്ട് നമ്മളെ എന്റർടൈൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു 3 പേര് തമ്മിലുള്ള ഒരു വഴക്ക് കാണുന്നുണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, സായിയും സിജോയും എന്തൊക്കെ ഗെയിമിന്റെ പുറത്താന്ന് പറഞ്ഞാലും ലൈക്ക് നമ്മുടെ ഋഷി അൻസിബ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നല്ലോ, അതുപോലെയാണ് സായിക്കും സിജോയ്ക്കും നന്ദന. ലൈക്ക് ഒരു കുട്ടി പെങ്ങളെ പോലെയൊക്കെയാണ് അവൾ കാണുന്നത്. അതപ്പം നല്ലൊരു കാര്യം തന്നെ കേട്ടോ. അതിനകത്ത് നല്ല ബോണ്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ ക്രിയേറ്റ് ആവട്ടെ. അതിനകത്ത് ഈ അടിയും വഴക്കും മാത്രമല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്സും അല്ലെങ്കിൽ ഈ ആണുങ്ങളാ പെങ്ങളാ ബോണ്ടൊക്കെ ഉണ്ടാവട്ടെ. അത് നല്ല കാര്യമാണ്. നല്ലൊരു മെസ്സേജ് പുറത്തെ ആളുകളിലേക്ക് എത്തിക്കും. എനിക്ക് അതാണ് പേഴ്സണലി തോന്നിയൊരു കാര്യം. കാരണം ഇങ്ങനെ ഒരു കുറച്ച് ദിവസം എവിടെയെങ്കിലും മാറി നിന്ന് കഴിഞ്ഞാൽ ആണും പെണ്ണും ഈ നമ്മുടെ ജാസ്മിൻ ഗബ്രി അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ ഇങ്ങനെയുള്ള കുറച്ച് നല്ല ബന്ധങ്ങളും അവിടുന്ന് ക്രിയേറ്റ് ആകും എന്നുള്ളൊരു സാധനം പുറത്തേക്ക് വരട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. വലിയ നഷ്ടമൊന്നുമില്ല, കാശൊന്നും കൊടുക്കണ്ട. പിന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാനും ആ തെറ്റുകൾ മനസ്സിലാക്കട്ടെ. അപ്പം നാളെ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം, അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട്. അപ്പം ഗുഡ് നൈറ്റ്.